ഇങ്ങനെ പോയാൽ പോക്കറ്റ് കീറും. പറഞ്ഞു വരുന്നത് രാജ്യത്ത് വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള LPG സിലിണ്ടറുകളുടെ വില വർധനവിനെ കുറിച്ചാണ്. സിലിണ്ടർ വില വീണ്ടും കുത്തനെ കൂട്ടിയിരിക്കുകയാണ്. ഹോട്ടൽ ഉടമകളെയും റെസ്റ്റോറന്റ് വ്യാപാരികളെയും കടുത്ത പ്രതിസന്ധിയിലാക്കിക്കൊണ്ട് 19 കിലോഗ്രാം വാണിജ്യ പാചകവാതക സിലിണ്ടറിനാണ് എണ്ണ കമ്പനികൾ ഇപ്പോൾ 42 രൂപ വർദ്ധിപ്പിച്ചിരിക്കുന്നത്. വില വർധനവ് നിലവിൽ വന്നതോടെ കൊച്ചിയിൽ ഒരു വാണിജ്യ സിലിണ്ടറിന്റെ വില 3140 രൂപ എന്ന റെക്കോർഡ് നിരക്കിലേക്ക് എത്തി. ഹോട്ടൽ മേഖല വലിയൊരു സാമ്പത്തിക ബാധ്യതയിലൂടെ കടന്നു പോകുന്ന ഈ സാഹചര്യത്തിൽ ഈ പുതിയ വിലക്കയറ്റം കച്ചവടക്കാർക്കുമേൽ ഇരട്ടപ്രഹരമാവുകയാണ്. കഴിഞ്ഞ മാസത്തെ ഭീമമായ വർധനവിന് തൊട്ടു പിന്നാലെയാണ് വീണ്ടും ഈ വിലക്കയറ്റം ഉണ്ടായിരിക്കുന്നത് എന്നത് ശ്രദ്ധേയമാണ്. ഇക്കഴിഞ്ഞ മെയ് 1 വാണിജ്യ LPG വിലയിൽ ഒറ്റയടിക്ക് 993 രൂപയുടെ വൻ വർധനവാണ് എണ്ണ കമ്പനികൾ വരുത്തിയത്. ആ തുക പോലും വ്യാപാരികൾക്ക് താങ്ങാനാവുന്നില്ലെന്നിരിക്കെയാണ് ഇപ്പോൾ വീണ്ടും 42 രൂപ കൂടി കൂട്ടിയിരിക്കുന്നത്. ഇത് മാത്രമല്ല, ചെറുകിട കച്ചവടക്കാരും വഴിയോര കച്ചവടക്കാരും പ്രധാനമായി ആശ്രയിക്കുന്ന 5 കിലോ ഫ്രീ ട്രേഡ് സിലിണ്ടറുകളുടെ വിലയും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 11 രൂപയാണ് ഇതിന് കൂട്ടിയത്. ഇതോടെ 5 കിലോ സിലിണ്ടറിന്റെ വില 825 രൂപയായി ഉയർന്നു. രാജ്യാന്തര വിപണിയിലെ ക്രൂഡ് ഓയിൽ വിലയിലുണ്ടാകുന്ന കുതിച്ചുചാട്ടമാണ് എണ്ണ കമ്പനികൾ വില കൂട്ടാനുള്ള കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത്. ക്രൂഡ് ഓയിൽ വില ഉയർന്നതോടെ ഉൽപാദന ചെലവ് വർദ്ധിച്ചുവെന്നും അധിക ഭാരം ഉപഭോക്താക്കൾക്ക് കൈമാറാൻ കമ്പനികൾ നിർബന്ധിതരാവുകയായിരുന്നുവെന്നുമാണ് ഔദ്യോഗിക വിശദീകരണം. എന്നാൽ ഈ വിലക്കയറ്റത്തിന്റെ യഥാർത്ഥ ഭാരം വരാൻ പോകുന്നത് സാധാരണക്കാരായ പൊതുജനങ്ങളുടെ ചുമലിലേക്കാണ്. വാണിജ്യ സിലിണ്ടറുകളുടെ വില 3000 കടന്ന് മുന്നോട്ട് പോകുമ്പോൾ ഹോട്ടലുകൾക്ക് തങ്ങളുടെ ദൈനംദിന ചെലവുകൾ മുന്നോട്ട് കൊണ്ടുപോകുവാൻ ബുദ്ധിമുട്ടാകും. സ്വാഭാവികമായും ഹോട്ടൽ ഭക്ഷണ സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കാൻ ഹോട്ടലുകൾ നിർബന്ധിതരാകും. ചായ, പലഹാരങ്ങൾ എന്നിവ മുതൽ ഉച്ചയൂണിന് വരെ വില കൂട്ടാനുള്ള സാധ്യതയാണ് വരും ദിവസങ്ങളിൽ നിലനിൽക്കുന്നത്. കോവിഡിന് ശേഷമുള്ള പ്രതിസന്ധികളിൽ നിന്നും മറ്റ് വിലക്കയറ്റങ്ങളിൽ നിന്നും ഹോട്ടൽ റെസ്റ്റോറന്റ് മേഖല പച്ചപിടിച്ചു വരുന്നതിനിടയിലാണ് ഇടുത്തി പോലെ എണ്ണ കമ്പനികളുടെ ഈ പുതിയ തീരുമാനം വരുന്നത്. ചെറുകിട വ്യാപാരികളെ സംരക്ഷിക്കാൻ സർക്കാർ തലത്തിൽ എന്തെങ്കിലും സബ്സിഡിയോ ഇടപെടലുകളോ ഉണ്ടാകുമോ എന്നാണ് ഇനി അറിയേണ്ടത്.